ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഞാനേ ഇന്നേ മറന്നുപോയ ബർത്ത്ഡേ അല്ല, പിറന്ന നാളുണ്ടല്ലോ. അപ്പോൾ ഇന്ന് അവളുടെ ഡേറ്റ് ഓഫ് ബർത്താണ്. ഇന്നാണ് ശരിക്കും ബർത്ത്ഡേ വരുന്നത്. പണ്ടല്ലേ ഇപ്പോൾ പിറന്ന നാളൊക്കെ ആഘോഷിക്കുന്നത്. ഞാനൊക്കെ കുട്ടിയായിരുന്ന സമയത്ത് പിറന്നാൾ മാത്രമേ ആഘോഷിച്ചിരുന്നു. എനിക്കൊന്നും ഡേറ്റ് ഓഫ് ബർത്ത് എന്നാന്ന് കൂടി അറിഞ്ഞിരുന്നില്ല. അപ്പോൾ ഇന്നാട് ചെറുമട്ടത്തിലാണ് ആഘോഷിക്കാമെന്ന് വെച്ചു. അവളോട് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ വരാൻ പറഞ്ഞു. അപ്പോൾ ഭക്ഷണം കഴിക്കാൻ വരാൻ പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, നമുക്ക് ബീഫ് ബിരിയാണി വെച്ചിട്ട് ചിക്കൻ വരട്ടല്ലേ ചോദിച്ചു. അപ്പോൾ അവൾ പറഞ്ഞോളൂ, എനിക്ക് ബീഫ് ബിരിയാണി വേണ്ട, എനിക്ക് ചിക്കൻ ബിരിയാണി മതി, അമ്മ ബീഫ് വരട്ടിക്കൊള്ളുക. അങ്ങനെ ചിക്കൻ ബിരിയാണിയുടെ ദമ്മ് പൊട്ടിക്കുകയാണ് കേട്ടോ. എടുക്കൂത് ഇങ്ങനെ ബിരിയാണി റെഡി. ബിരിയാണി ഒരു പാത്രത്തിലേക്ക് പകുത്താണ് കേട്ടോ. നല്ല മണമൊക്കെ വരുന്നുണ്ട്. ബിരിയാണിയൊക്കെ റെഡി ആയിട്ട് അമ്മൂനെ കാത്തിരിക്കുക. ഞങ്ങളോട് വരണ്ടേ, വെയിറ്റ് ചെയ്തിരിക്കുക. വിശന്നിട്ട് വയ്യ. ഇന്നിപ്പോൾ മനു ഇല്ല ഇവിടെ. മനു ഡൽഹി പോയിട്ടാണ്. അതോ അവൻ്റെ ഒരു കുറവുണ്ട്. ഇതാ വെയിറ്റ് ചെയ്ത് ആളെത്തിട്ടോ. ഇനി ഞങ്ങൾ ബിരിയാണിയൊക്കെ കഴിക്കാൻ പോട്ടെ. അവൾക്കൊരു സർപ്രൈസ് സംഭവം ഒക്കെ അങ്ങനെ പോണു. അമ്മ ഇതെന്തോ ഹാപ്പി ബർത്ത്ഡേ ടു എന്താ അവളുടെ ഒരു സന്തോഷം. ആ കാണുന്നതാണ് കേട്ടോ എൻ്റെ അച്ഛൻ്റെ മുന്നിൽ വെച്ചിട്ട് തന്നെ കേക്ക് മുറിക്ക്. അപ്പൊ ഞങ്ങൾ കേക്ക് മുറിക്കാതെ മുറിച്ചോ. ഇതൊന്നും കേട്ടോ, മെഴുകുതിരിയൊന്നും ഇല്ലേ, അതൊന്നും ഇതൊന്നും വേണ്ട. ഹാപ്പി ബർത്ത്ഡേ ടു യു. അങ്ങനെ ഞങ്ങൾ ചെറിയ രീതിയിൽ അവളുടെ ബർത്ത്ഡേ ആഘോഷിച്ചു. അപ്പോൾ ബിരിയാണി കഴിക്കാൻ റെഡിയായി. ഞങ്ങൾ കഴിക്കട്ടെ കേട്ടോ. ഞങ്ങളുടെ മാനുട്ടിയേട്ടൻ, ഞങ്ങളുടെ കാര്യസ്ഥൻ, സർപ്രൈസായിട്ട് വന്നവരാട്ടോ അവർ കോയമ്പത്തൂർ പോയി വരുന്ന വഴിക്ക് ഇവിടെ ഇറങ്ങിയത്. അപ്പോൾ അവർക്ക് ഒരു ബിരിയാണിയാണ് കഴിച്ച് പോവാന്ന് വെച്ചു. അങ്ങനെ അമ്മൂൻ്റെ പിറന്നാളായിട്ട് ആഘോഷിച്ചു ഞങ്ങൾ. വൈകി വന്നവരോട് ഞാൻ ബിരിയാണിയെ പറ്റിയിട്ടും ബീഫ് വരട്ടിയതിനെ പറ്റിയിട്ടും ചോദിക്കട്ടെ കേട്ടോ. ഇതുവരെ ആരോടും ചോദിച്ചിട്ടില്ല. എങ്ങനെയുണ്ട് ബിരിയാണി? ഉപ്പ് കുറച്ചും കൂടിയാവും. ഓക്കെ, അടുത്തേൽ നമുക്ക് നോക്കാം അല്ലേ. അപ്പോൾ എല്ലാവരും ബിരിയാണിയൊക്കെ കഴിച്ച് പോയി. പിന്നെ അമ്മ ഹോസ്പിറ്റലിലേക്ക് തന്നെ തിരിച്ചു പോയി. ഞാനിതാ വീട്ടിൽ തന്നെ ഇരിക്കുന്നു. എന്നാൽ ശരി, ഓക്കെ, ബൈ.